ഹലോ SSLC സ്റ്റുഡൻസ്, നിങ്ങളുടെ മാത്സ് എക്സാമിന് ഫ്രീ ആയിട്ട് ഞാൻ 30-40 മാർക്ക് തരാണ്. ഒന്നും പഠിക്കാതെ നിങ്ങൾക്ക് വെറുതെ 30 മാർക്ക് കിട്ടും. എക്സാം ഹാളിൽ പോയാൽ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ്. അത് മാത്സ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നമുക്ക് ടെൻഷനാണ്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡെഫിനറ്റ്ലി വെറുതെ 30 മാർക്കോ ഇനി നിങ്ങൾ കളയാൻ പോകുന്ന ഒരു 20-30 മാർക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആരും മാർക്ക് കളയരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാവരും നോട്ട് ചെയ്തോ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫ്രണ്ട്സിനും അയച്ചോ, ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനെ കൊണ്ടുവരണം. ഇന്നത്തെ വൈകുന്നേരം 50 ഷുവർ ക്വസ്റ്റ്യൻസിന് ഓക്കെ മാക്സിമം റെക്കോർഡ് അടിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈവ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞ കാര്യം ഓരോന്നും ശ്രദ്ധിക്കാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. റൈറ്റ് പോയിന്റ്സ് ഫ്രം ക്വസ്റ്റ്യൻ. മക്കളെ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ടു, നിങ്ങൾക്ക് മാർക്ക് വേണം, എല്ലാവർക്കും മാർക്ക് വേണം. നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാം മറന്നു പോയിട്ടുണ്ട്, പക്ഷെ ഒരു പേടിയും വേണ്ട. നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ കണ്ട പോയിന്റ്സ് അതേപോലെ ആൻസർ ചെയ്യില്ലേ? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിപ്പോൾ 1 എഴുതി, 2 എഴുതി, എല്ലാം ആൻസർ എഴുതി, തേർഡ് ക്വസ്റ്റ്യൻ ഒന്നും അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് അതിന് ഓപ്ഷൻ ഉണ്ട്, അവിടെ എഴുതണം. പക്ഷെ ഒന്നും അറിയില്ല, നിങ്ങൾ വെറുതെ വിടുമോ? ഇല്ല. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ഏകദേശം ഇങ്ങനെ തന്നെ ഉണ്ടാവും. ലെറ്റ്സ് സേ നിങ്ങൾ ഈ 7th ക്വസ്റ്റ്യൻ ഒരു കുന്തം അറിയില്ല, എനിക്കൊരു കുന്തം അറിയില്ല. ഇവിടെ എഴുതിയിരിക്കുക സ്ക്വയർ പിരമിഡ് കട്ട് ഓപ്പൺ ലേ ഫ്ലാറ്റ് ഓൺ ദ ഫിഗർ, എനിക്കൊന്നും അറിയില്ല. ഓക്കെ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹിസ് ബേസ് എഡ്ജ്? ഇവിടെ നിങ്ങൾക്ക് കണ്ടിട്ട് ഒരു 10 എന്നുള്ള സാധനം കാണുന്നില്ല, ഇവിടെ 10 കാണുന്നുണ്ട്. ബേസ് എഡ്ജ് ആണോ എന്ന് വലിയ ഉറപ്പില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് കാര്യം തന്നെ എഴുതുക, ക്വസ്റ്റ്യൻ എഴുതുക 7. ഓക്കെ, 7th ക്വസ്റ്റ്യൻ ഒരു സ്ക്വയർ പിരമിഡ് നല്ല സമചതുര സ്തൂപിക എന്നങ്ങ് എഴുതി വെക്കുക. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ എഴുതിയാൽ ടീച്ചറിന് മാർക്ക് തരാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാവും. കാലി വിട്ടാൽ ഒരിക്കലും ആകാശത്തിന് മാർക്ക് എടുത്ത് തരാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ ഇത് എഴുതി വെക്കുക. ഫസ്റ്റ് കാര്യം ബേസ് എഡ്ജ്. നിങ്ങൾ ഫസ്റ്റ് ആൻസർ അറിയില്ല, ഓക്കെ, ബുദ്ധി ഉപയോഗിക്കുക. ഇവിടെ 2 നമ്പർ വന്നിട്ടുണ്ട്. ഓക്കെ, 13 അല്ലേ 10, ഏതെങ്കിലും എഴുതുക. ബേസ് എഡ്ജ് എന്നൊന്നും എഴുതാം, നിങ്ങൾ വെറുതെ 10 എന്ന് എഴുതാം. സെന്റിമീറ്ററില്ല 10 എഴുതി വെച്ചോ. ഓക്കെ, ഇവിടെ തന്ന കാര്യം വെറുതെ എഴുതി വെക്കുക. ഓക്കെ, ഇനി സ്ലാൻഡ് ഹൈറ്റ് അറിയില്ല, സ്ലാൻഡ് ആയിട്ട് അറിയില്ല, ഒന്നും അറിയില്ലെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാം ബാക്കിയായിട്ട് സ്കിപ്പ് അടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? 30 എഴുതി വെക്കുക, കഴിഞ്ഞു. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മാർക്ക് കിട്ടി. ഓക്കെ, ഇവിടെ മാർക്ക് ചിലപ്പോൾ കിട്ടുമോ? ചിലപ്പോൾ 1/2 മാർക്ക് ടീച്ചർ തരും. ഓക്കെ, നിങ്ങൾ ഹെഡിങ് എഴുതി വെച്ചല്ലോ, ട്രൈ ചെയ്തല്ലോ, അതാണ് ഈ ടീച്ചർ നോക്കുന്നത്. ഇനി അടുത്ത കാര്യം, വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു കുന്തമില്ലാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് വെറുതെ ഞാൻ മേടിച്ചു തരാം. ഓക്കെ, ദ ബേസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഇസ് 144 സെന്റിമീറ്റർ സ്ക്വയർ. പാദ പരപ്പളവ് വന്നു സ്ക്വയർ പിരമിഡ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുന്നു, എന്നിട്ട് ഹെഡിങ് വെറുതെ എഴുതുക സ്ക്വയർ പിരമിഡ്. ഓക്കെ, സ്ക്വയർ പിരമിഡ്. ഓക്കെ, ഇനി നിങ്ങളൊരു ബുദ്ധിയുള്ള കുട്ടിയാണ്, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതി വെക്കും. നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ബേസ് ഏരിയ എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ എന്ന കാര്യം എഴുതി വെക്കുക. ബേസ് ഏരിയ ഇസ് ഈക്വൽ ടു 144 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഹൈറ്റ് ഇസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. ഓക്കെ, വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് 1 ബേസ് എഡ്ജ്? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ 2ൻ്റെ 3ൻ്റെ ആൻസർ എഴുതിയില്ലെങ്കിലും ഇത്രയെങ്കിലും എഴുതിയാൽ നിങ്ങൾക്ക് ഗിവൺ പോയിന്റ്സ്, ക്വസ്റ്റ്യനിൽ തന്ന കാര്യം എഴുതി ചിലപ്പോൾ ഒരു 1/2 മാർക്ക് കിട്ടും, ചിലപ്പോൾ ഒരു മാർക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾ ആവശ്യത്തിന് ക്വസ്റ്റ്യൻ എഴുതി നിങ്ങൾക്ക് അത്രയും മാർക്ക് വെറുതെ കിട്ടില്ലേ? വിടരുത്, വെറുതെ വിടരുത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന കാര്യം തന്നെ എഴുതുക. ലാഡർ ഇസ് ലീനിങ് അഗൈൻസ്റ്റ് ദ വാൾ, ഇറ്റ് മേക്സ് ആംഗിൾ 50 ഡിഗ്രി. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ് വരയ്ക്കുക. ഓക്കെ, വരച്ച് കാണിച്ചു കൊടുക്കുക. ഇവിടെ 50 ഡിഗ്രി ഉണ്ടാക്കുന്നു, ഇത്രയും മതി. ഇതാണ് നിങ്ങളുടെ റഫ് ഡയഗ്രം, കഴിഞ്ഞു. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും വെറുതെ വിടരുത്, അത് ആൻസർ ചെയ്യണം. ഒരു പോയിന്റ് വിടൂല. ഓക്കെ, ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഈ പോയിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ സ്കിപ്പ് ക്വസ്റ്റ്യൻസ്, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നിങ്ങളുടെ എക്സാം നടക്കുന്നത് 110 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, 110 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് എത്ര? 80 മാർക്കേ വരുള്ളൂ. ഓക്കെ, 80 മാർക്കിന് എഴുതാൻ പറ്റില്ല, കാരണം കുറേ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതരുത്. എന്താണ് ഇത്? എഴുതരുത്. 30 മാർക്കിന് നിങ്ങൾ ക്വസ്റ്റ്യൻ വിടണം, നിർബന്ധമായിട്ടും വിടണം. അപ്പോൾ നിങ്ങൾ സങ്കടമാവരുത്. ഡോണ്ട് ബി സാഡ്. ഒരു ക്വസ്റ്റ്യൻ വിട്ടു, സങ്കടമാവണം വേണ്ട, പോയി പണി വെക്കാൻ പറയും. 30 മാർക്കിന് നമുക്ക് വിടാം, എന്നാലും ഫുൾ മാർക്ക് കിട്ടും. ഇനി നിങ്ങൾ വലിയ അത്യാഗ്രഹം ഇല്ലാത്തൊരു പഠിപ്പിയാണ്, അപ്പോൾ എന്താണ്? നിങ്ങൾക്ക് 72 മതി. എന്താണ്? A+ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ്? 38 മാർക്ക് കളയാം. 38 മാർക്ക് വിടാം, ഒരു മടിയില്ലാണ്ട്, ഒരു നാണക്കേടില്ലാണ്ട്. ഓക്കെ, 38 മാർക്ക് വിടാം. ഇനി നിങ്ങൾക്ക് അതിനെക്കാളും കുറവ് A മതിയെങ്കിൽ 64 മാർക്ക് മതി. അപ്പോൾ എന്താണ്? 46 മാർക്ക് ഏകദേശം വിടാം. 46 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 46 മാർക്ക് നിങ്ങൾ എഴുതണ്ട, A ഗ്രേഡ് കിട്ടും. ബാക്കിയുള്ളതെല്ലാം ശരിയാണെങ്കിൽ A ഗ്രേഡ് കിട്ടും, ഗ്യാരണ്ടീഡ്. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യുക. ഇനി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സും കുറച്ച് മാർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പോയിന്റ് അനുസരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലായി 30 മാർക്ക് എന്താണെങ്കിലും ഇടാം. A+ വേണ്ടവർ A+ മാത്രം മതി, ഗ്യാരണ്ടീഡ് വേണമെങ്കിൽ 38 മാർക്ക് വരെ വിടാം. ഓക്കെ, ഈ റീഡ് ദി എൻറ്റയർ ക്വസ്റ്റ്യൻ. എല്ലാവരും എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ പകുതി വായിക്കും, വേഗം ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇപ്പോൾ വലിയ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയത് വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പകുതി വെച്ചിട്ട് ചെയ്തിട്ട്
എന്തെങ്കിലും ആൻസർ എഴുതിക്കോ. ചിലപ്പോൾ ഇവർ ചോദിച്ചത് ഈ രണ്ട് അറ്റങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഈ രണ്ട് അറ്റങ്ങളെ പറ്റിയിട്ടായിരിക്കും കോർഡിനേറ്റ്സ് എഴുതുക. പക്ഷെ അതായിരിക്കില്ല ചോദിച്ചത്, അവരുടെ ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ചോദിച്ചത്. അപ്പം അത് എഴുതണം. നമ്മളിത് കണ്ടുപിടിച്ചിട്ട് ഞാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല. ക്വസ്റ്റ്യനിൽ ചോദിച്ച കാര്യം തന്നെയാണ് ഉത്തരം പറഞ്ഞതെന്ന് മൊത്തം വായിച്ച് നോക്കണം കേട്ടോ. നിങ്ങളെല്ലാം പഠിച്ചു, അത് കഴിഞ്ഞിട്ട് എക്സാം ഹാളിൽ പോയി തെറ്റി കാണിച്ച മോശമായി പോലെ. അപ്പം അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വിഷമമായിരിക്കും. അപ്പം റീഡ് എൻറ്റയർ ക്വസ്റ്റ്യൻ. പിന്നെ മക്കളെ ജോമെട്രി ബോക്സ് മാർക്ക് ചെയ്യരുത്. കാരണം കൺസ്ട്രക്ഷനൊരു 8 to 10 മാർക്ക് വരെ വരാം. ഓക്കെ, കൺസ്ട്രക്ഷൻ ഒരു സിമ്പിൾ കൺസ്ട്രക്ഷൻ വരും 4 മാർക്കിൻ്റെ, പിന്നെ ഒരു 5 മാർക്കിൻ്റെ ചിലപ്പോൾ കുറച്ചുകൂടി വലിയ കൺസ്ട്രക്ഷൻ വരും. അപ്പം അത്രയും മാർക്ക് കളയരുത്. ജോമെട്രി ബോക്സ് നിങ്ങൾ വെറുതെ പൈസ കൊടുത്ത് എപ്പോഴും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട എന്താണ്? പ്രൊട്രാക്ടർ വേണം. ഓക്കെ, പ്രൊട്രാക്ടർ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഓക്കെ, കോമ്പസ് വേണം. കോമ്പസ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. കോമ്പസ് വേണം. ഓക്കെ, പിന്നെ സ്കെയിൽ വേണം. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ? കോമ്പസ്, സ്കെയിൽ, പ്രൊട്രാക്ടർ, ഇത് മതി. ഇത്രയും മതി. ഒരു പെൻസിൽ ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. നിങ്ങൾ ഇനി സെറ്റ് സ്ക്വയർ ഒന്നും വാങ്ങിക്കേണ്ട. അതൊക്കെ 9ാം ക്ലാസ്സിൽ മതി. നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർ ആവശ്യമില്ല. ഓക്കെ, ഡിവൈഡർ വേണ്ട, വലിയ പൈസേനെ സാധനം ഒന്നും വാങ്ങിക്കേണ്ട. ഈ 4 കാര്യം ഉണ്ടായാൽ മതി. പെൻസിൽ എല്ലാവർക്കും ഉണ്ടാവും, സ്കെയിൽ ഉണ്ടാവും, കോമ്പസും പ്രൊട്രാക്ടറും ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. അത് ചെറിയ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുക. അതില്ലാണ്ട് പോവാതിരിക്കാൻ ശ്രമിക്കുക. എന്താണെങ്കിലും ആവശ്യം വരും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എക്സാമിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാത്സ് എക്സാമിൽ ഒരു 5 or 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കോൺസെപ്റ്റ് പഠിപ്പിക്കും. ഓക്കെ, നിങ്ങളോട് അതിൻ്റെ എക്സ്പ്ലനേഷൻ മൊത്തം തരുക. ഞാൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ കൂടെ സർക്കിൾ വരച്ച് അതിനെ ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം എന്ന് വിളിക്കും. ഓക്കെ, എന്നിട്ട് പറയും ഈ 2 സൈഡ് ഈക്വലാണ്, ഇത് 2 വേറെ ഈക്വലാണ്, ഇത് 3 വേറെ ഈക്വലാണെന്ന് പറയും. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് എ ആണെങ്കിൽ ഇതെന്താണ്? എയും എക്സും ഈക്വൽ ആണെന്ന് പറയാം. നിങ്ങളെ മൊത്തം പഠിപ്പിച്ചു തരും, അതേ നിമിഷം എഴുതി തരും. എന്നിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കും. സിമ്പിൾ ചോദ്യമായിരിക്കും. ഇംഗ്ലീഷിലൊക്കെ ക്വസ്റ്റ്യൻ അറിയില്ല. ഇംഗ്ലീഷിൽ ഫസ്റ്റ് പാരഗ്രാഫ് വരും, പാരഗ്രാഫിൻ്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻ, അതേപോലെ ആയിരിക്കും ലാസ്റ്റ് ക്വസ്റ്റ്യൻ മിക്കവാറും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അത് ട്രൈ ചെയ്യുക. അത് വിടാതിരിക്കാൻ നോക്കുക. വെറുതെ മാർക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് അത് മൊത്തം മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലായ കാര്യം വെച്ചിട്ട് ആൻസർ എഴുതുക. എവിടെയെങ്കിലൊക്കെ ഒരു ഫോർമുല, ഒരു നമ്പർ ഒക്കെ ഉണ്ട്, അതെടുത്തിട്ട് ആൻസർ ആയിട്ട് എഴുതുക. മാർക്ക് കിട്ടിക്കോളും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ അവസാനം ആംഗിൾ എ ചോദിക്കുകയാണ്. എ ചോദിക്കുമ്പോൾ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 45 ആണെങ്കിൽ 45 ഡിഗ്രി. ഇവിടെ ഡിഗ്രി വേണം. 45 വയസ്സാണോ? 45 കിലോ ആണോ? അല്ല, 45 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഇത് ലാഡറാണ്, ഇത് ഏണിയാണെങ്കിൽ ഏണീൻ്റെ നമ്മൾ ഏണിയൊക്കെ വരുമ്പോൾ ലാഡറിൻ്റെ നീളം എത്രയാണ് വരിക? മീറ്ററിലാണ് വരിക കേട്ടോ. അപ്പം നീളത്തിലൊക്കെ 5 മീറ്റർ എന്ന് വരിക. സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യൻ പേപ്പറിൽ സെൻറ്റിമീറ്റർ തന്നാൽ ആൻസർ പേപ്പറിൽ മിക്കവാറും നമ്മുടെ കയ്യിൽ സെൻറ്റിമീറ്റർ തന്നെ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ മീറ്റർ തന്നാൽ നമ്മുടെ ആൻസറിൽ മീറ്റർ തന്നെ വരിക. കിലോമീറ്റർ ഉള്ള ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ കയ്യിൽ കണ്ടിട്ടില്ല. ഓക്കെ, ഇനി ചിലപ്പം നിങ്ങൾക്ക് സോളിഡ് ഒക്കെ ആകുമ്പോൾ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. ഓക്കെ, ഇത് ലെങ്ത്. ഓക്കെ, ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. ഓക്കെ, ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ദൂരം അല്ലെ അകലമൊക്കെ. ലെങ്ത് ഡിസ്റ്റൻസ് ഒക്കെ പോസിറ്റീവ് ആയിരിക്കും, ഏരിയയും പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ഡിഗ്രിയിൽ ഓർക്കണം. ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയറിലൊക്കെ വരും കേട്ടോ. സെൻറ്റിമീറ്റർ സ്ക്വയർ എഴുതാത്തവരെങ്ങനെ എഴുതുക? സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതും അല്ലേ? CC എന്ന് എഴുതും. CC എഴുതാതെ ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇതെന്താണ്? സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വരാം, സ്ക്വയർ മീറ്റർ എന്ന് വരാം. ഓക്കെ, അതൊരു കാര്യം. ഇനി വോളിയം, വ്യാപ്തം. മക്കളെ, വോളിയം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക. വോളിയം എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് വരും. അല്ലെങ്കിൽ നിങ്ങൾ CC എന്ന് എഴുതും. CC ക്യൂബിക് സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് എന്ന് പറയും, അല്ലെങ്കിൽ CM ഞാൻ കറക്റ്റില്ല, ക്യൂബിക് മീറ്റേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, ഇതൊക്കെയാണ് വോളിയത്തിന് വരിക. ഓക്കെ, ഇനി നീളം, ഏരിയ, വോളിയം എല്ലാം പോസിറ്റീവ് നമ്പർ വരുള്ളൂ, നെഗറ്റീവ് നമ്പർ വരൂല. ഓക്കെ, ഇനി വേറൊരു കാര്യം ലാസ്റ്റ് യൂണിറ്റ്സിൽ ഇതും കൂടി ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിയാൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AC. നിങ്ങൾ ഡിസ്റ്റൻസ് ഫോർമുല ഇവിടെ കോർഡിനേറ്റ്സ് ചാപ്റ്റർ, സൂചക സംഖ്യകളുടെ ചാപ്റ്ററിൽ നിങ്ങൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക? എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം. അയ്യോ, ഇതല്ല, പേജ് മാറിപ്പോയി. ഓക്കെ, ഞാൻ എന്താ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോട്ടെ. ഇതാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, AC-ൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? AC എന്ന് പറയുമ്പോൾ √(x2 - x1). 5 - 2 എത്രയാണ് മക്കളെ? 3 സ്ക്വയർ പ്ലസ് 7 - 4 എത്രയാണ്? 4 സ്ക്വയർ. അപ്പോൾ ആൻസർ എന്താ വരിക? 5 വരിക. 5. ഇവിടെ എന്ത് യൂണിറ്റാണ് മക്കളെ? ഈ ചാപ്റ്ററിൽ, ഓക്കെ, നമ്മുടെ കോർഡിനേറ്റ്സ് ചാപ്റ്ററിൽ സെൻറ്റിമീറ്ററും കിലോമീറ്ററും ഒന്നുമല്ല, വെറും യൂണിറ്റ്സാണ്. ഓക്കെ, യൂണിറ്റുകൾ. ഓക്കെ, ഇനി അതിൻ്റെ ഏരിയ. ഇപ്പോൾ ഈ ABCDൻ്റെ ഏരിയ ചോദിച്ചിട്ട് നിങ്ങളൊരു നമ്പർ കണ്ടുപിടിച്ചു. അപ്പോൾ എന്താണ്? ഇപ്പോൾ ലെറ്റ്സ് സേ 25 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, 25 ആണെങ്കിൽ യൂണിറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ യൂണിറ്റ് സ്ക്വയറിന് എഴുതാം, അല്ലെങ്കിൽ സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ, ഏരിയ വരുമ്പോൾ എപ്പോഴും സ്ക്വയർ ഉണ്ടാവും.
അല്ലെങ്കിൽ വെറും യൂണിറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, 3D ആയിട്ട് വരില്ല, ഇതിൻ്റെ യൂണിറ്റ് ക്യൂബ് ഒന്നും വരില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തല്ലോ മക്കളെ, എല്ലാ ഫോർമുലയും ഒറ്റ സ്ലൈഡിൽ ഇങ്ങനെ നോട്ട്സ് ആയിട്ട് വേണമെങ്കിൽ ഇതാ സെക്കൻഡ് ഡിഗ്രി, ടാൻജൻസ്, എല്ലാം ഫോർമുലയും ട്രിക്സും ഒറ്റ സ്ലൈഡിൽ വേണമെങ്കിൽ നിങ്ങളിതാ ഈ വീഡിയോ പോയി കാണണം. ഓൾ ഫോർമുലാസ് ഇൻ വൺ വീഡിയോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന്. പിന്നെ ഇതാ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞില്ല മക്കളെ, ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുക? ഇതാ ട്രിഗ്നോമെട്രി, ടാൻജൻസ് എന്താണെങ്കിലും പഠിക്കണം. പിന്നെ പഠിക്കേണ്ടത് കോർഡിനേറ്റ്സ്. ഈ 3 ചാപ്റ്റർ പഠിച്ചാൽ ഏകദേശം ഈ സെയിം നമ്പർ കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കിതാ 36 ഇത് കൂട്ടിയാൽ തന്നെ എത്ര കിട്ടും? 58, 59, 89 മാർക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. പക്ഷെ അത് ഓപ്ഷൻസ് ഒക്കെ അവിടെ എവിടേക്ക് മാറിയിരുന്നാൽ മൊത്തം കിട്ടൂല. ഇത് കഴിഞ്ഞ വർഷത്തെ പേപ്പർ വെച്ചിട്ടാണ്. പക്ഷേ ഏകദേശം ഇത്ര തന്നെ കിട്ടേണ്ടതാണ്. ഈ 3 ചാപ്റ്റർ പഠിക്കാതെ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ഡിഗ്രി ഒക്കെ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. സോളിഡ്സിൻ്റെ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും വിട്ടോ, ഇത് എന്താണെങ്കിലും പഠിക്കണം.